നയതന്ത്ര വിദഗ്ധൻ, ഈ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ PM നാരായണൻ കൂടി നമുക്കിപ്പം ചേർന്നുണ്ട്. ശ്രീ PM നാരായണൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോഴത്തെ ഈ നിലവിലെ സാഹചര്യം പാകിസ്ഥാന്റെ മണ്ണിലേക്ക് പ്രവേശിക്കാതെ തന്നെ പാക് സൈനിക കേന്ദ്രങ്ങളെ പൂർണ്ണമായും തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ. കഴിഞ്ഞ 15 ദിവസമായി എന്തുകൊണ്ട് ഇന്ത്യ തിരിച്ചടിച്ചില്ല എന്ന ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി രാജ്യം നൽകിയിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ കൃത്യമായിട്ടുള്ളൊരു മറുപടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വളരെ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള, വളരെ സംനയനത്തോടു കൂടിയുള്ളൊരു മറുപടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആർമി ഇൻസ്റ്റലേഷൻസ് ഒന്നും ഇന്ത്യ ആക്രമിച്ചിട്ടില്ല. അതായത് നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഇന്ത്യയുടെ യുദ്ധം എന്നത് പാകിസ്ഥാനോടല്ല, പാകിസ്ഥാനിലെ ഭീകരവാദികളോടാണെന്ന്. അപ്പൊ നമുക്ക് ആ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചത് പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ്. അതായത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലും പാകിസ്ഥാന്റെ മറ്റു ഭാഗങ്ങളിലുമുള്ള ചില ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രമാണ് ഇന്ത്യ തകർത്തെറിഞ്ഞത്. അതായിരുന്നു ഇന്ത്യയുടെ ഉദ്ദേശം. കാരണം ഇതിലൊരു പ്രത്യേകത എന്നത്, ബാലാക്കോട്ടും മറ്റുള്ള പ്രദേശങ്ങൾ ഇതിനു മുമ്പുണ്ടായിരുന്നതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വ്യത്യാസമുള്ളത്, ഇതിനു മുമ്പ് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ ആയിരുന്നു, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലെ ഭീകരവാദ കേന്ദ്രങ്ങളായിരുന്നു ഇന്ത്യയുടെ ടാർഗറ്റ് എങ്കിൽ, ഇപ്രാവശ്യം പഞ്ചാബിലെ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, പഞ്ചാബിലെ ഈ ചില ഭീകരവാദ കേന്ദ്രങ്ങൾ കൂടി ഇന്ത്യയുടെ ടാർഗറ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ബഹാവൽപൂർ, അവിടെയാണ് ഈ സയ്യദും ഒട്ടനവധി ഭീകരവാദികളുടെ ട്രെയിനിങ് കേന്ദ്രങ്ങളൊക്കെ ഈ മേഖലയിലാണ് നടക്കുന്നത്. അപ്പം ഇന്ത്യ അല്പം മാറ്റിപ്പിടിച്ചിട്ടുണ്ട്. 9 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ അറ്റാക്ക് ഉണ്ടായത്. ഇന്ത്യയുടെ ഇപ്പം ഡിഫൻസിനുള്ള ഒരു പ്രസ് കോൺഫറൻസ് 10 മണിക്ക് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ ആ സമയത്ത് അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് ഈ ആർമിയുടെ പൊസിഷൻസിലല്ല, പാകിസ്ഥാൻ ആർമിയുടെ പൊസിഷനെ അല്ല, പാകിസ്ഥാനിലെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഭീകരവാദികൾക്കെതിരെയാണ് ഇന്ത്യ ആക്രമിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ശ്രീ PM നാരായണൻ, അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ഈ മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രം കൂടിയാണ് ഈ പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂർ. ആ ബഹാവൽപൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹാഫിസ് സയ്യിദിനെയൊക്കെ മാറ്റി, അദ്ദേഹത്തെ ലാഹോറിലേക്ക് മാറ്റിയ വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ ഈ പാകിസ്ഥാൻ ഇപ്പോൾ അതിർത്തികളിലൊക്കെ കടുത്ത ഷെല്ലാക്രമണം നടത്തുന്നുണ്ട്. ഈ അന്താരാഷ്ട്ര വേദികളിലും അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നുമൊക്കെ ഒരു ഒറ്റപ്പെടൽ നേടിയിരുന്ന, സാമ്പത്തികമായി തകർന്നടിഞ്ഞു നിൽക്കുന്ന പാകിസ്ഥാൻ ഇനി ഒരു തിരിച്ചടിക്ക് മുതിരും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ ഈ ഒരു സാഹചര്യത്തിൽ? ആസിഫ് മുനീർ എന്ന ജിഹാദി ആർമി ചീഫിന്റെ ഒരു സ്വഭാവം നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ചില തിരിച്ചടികൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിനെ എസ്കലേറ്റ് ചെയ്യാൻ പാകിസ്ഥാൻ ഇപ്പോൾ സാധിക്കുകയില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമായി മറ്റ് പല വിധത്തിലും വളരെ വീക്കായിട്ടുള്ള പാകിസ്ഥാനാണ് നമ്മളുള്ളത്. ഇന്നലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, ബലൂചിസ്ഥാനിൽ 9 പാകിസ്ഥാൻ പട്ടാളക്കാരെയാണ് അവിടെ ബലൂചിസ്ഥാൻ തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതായത് പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ പ്രദേശം എന്നത് വളരെ വളരെ വലിയ രീതിയിൽ ഡീസ്റ്റെബിലൈസ് ആയി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പം വീണ്ടും ഈ കിഴക്കൻ അതിർത്തിയിൽ ഇത്തരത്തിലുള്ള വലിയ പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ മുതിരില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത്. അത് മാത്രമല്ല, ഈ ഇന്ത്യയുടെ വളരെ സ്ട്രാറ്റജിക്കും വളരെ കൃത്യവുമായിട്ടുള്ള ഒരു തിരിച്ചാക്രമണമാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത്. അതിനുള്ള പേര് തന്നെ നോക്കി അറിയാൻ പറ്റും, ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പം വളരെ ടാർഗറ്റഡ് ആയിട്ട്, നിങ്ങൾ ഇത് ചെയ്താൽ ഞങ്ങൾ ഇത് ചെയ്യും, ഇതാണ് ഇതിന്റെ മറുപടി എന്നുള്ള രീതിയിലാണ് ഇന്ത്യയുടെ ഒരു പ്രതികരണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ചിലപ്പം നേരത്തെ സൂചിപ്പിച്ച ഈ ആസിം മുനീർ എന്നത് ഒരു ജിഹാദി ആർമി ചീഫാണ്. അപ്പം അയാൾ തീർച്ചയായും ഇന്ത്യ 9 പ്രാവശ്യം ആക്രമിച്ചു എന്നുള്ളത് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് 9+1 10 പ്രാവശ്യം തിരിച്ചാക്രമിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. പക്ഷെ അതിനുള്ള കരുത്ത് പാകിസ്ഥാൻ സേനയ്ക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, പാകിസ്ഥാൻ സമ്മതിച്ചിട്ടില്ല 9 ആക്രമണം നടന്നു എന്നുള്ളത്. പാകിസ്ഥാനിൽ നിന്നുള്ള കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അവർ 6 ഇടങ്ങളിലാണ് ആക്രമണം നടന്നത് എന്നാണ് പറയുന്നത്. പിന്നെ അത് മാത്രവുമല്ല, ഇന്നലെ ഈ കോട്ടിൽ, അതായത് പഞ്ചാബിലെ ഈ ആക്രമണം നടന്ന സ്ഥലത്തേക്ക് ഇന്നലെ ചില വിദേശകാര്യ രേഖകരെയൊക്കെ കൊണ്ടുപോകാനുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു.
പലർക്കും അത്തരത്തിലുള്ള ഇൻവിറ്റേഷൻസ് കിട്ടിയതായിരുന്നു. അപ്പൊ അതിനർത്ഥം നമ്മളുടെ ഈ മേഖലകൾ ഭീകരവാദ കേന്ദ്രങ്ങളൊന്നും ഇല്ല എന്നുള്ളത് സമർത്ഥിക്കാനുള്ള പാകിസ്ഥാന്റെ ഒരു വിഫല ശ്രമത്തെ കൂടിയാണ് ഇന്ത്യ ഇന്നലത്തെ രാത്രി നടന്ന ആക്രമണത്തിലൂടെ തകർത്ത് എറിഞ്ഞത്. ശ്രീ പി എം നാരായണൻ, അതായത് രാജ്യം ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാവികസേനയുടെ കപ്പൽ വേധ മിസൈലുകൾ അടക്കം പരീക്ഷിക്കുന്നത് നമ്മൾ കണ്ടു. നാവിക അഭ്യാസങ്ങൾ നമ്മൾ കടലിൽ കണ്ടിരുന്നു. അതിന് പിന്നാലെ ഈ ഗംഗ എക്സ്പ്രസ് വേയിൽ അർദ്ധരാത്രി പോലും പോർ വിമാനങ്ങൾ ലാൻഡ് ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. ഇന്ന് രാജ്യമൊട്ടുക്കും മോക്ക് ഡ്രില്ലിന് നിർദ്ദേശം നൽകിയിരുന്ന അസാധാരണ സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ രാജ്യം നിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു. അപ്പോഴാണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് ഈ പഹൽഗാമിലെ നിരപരാധികളെ കൊന്നൊടുക്കിയ ഭീകരർക്ക് അതിശക്തമായ മറുപടി രാജ്യം നൽകിയത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു അതിരുവിട്ട നീക്കമുണ്ടായാൽ അതിനെ തടയാൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്ന് ലോകത്തിനെ കൂടി അറിയിക്കുകയായിരുന്നില്ലേ ഈ സൈനിക അഭ്യാസങ്ങളിലൂടെയും ഈ നിർദ്ദേശങ്ങളിലൂടെയൊക്കെ നമ്മുടെ രാജ്യം? തീർച്ചയായും ഇന്ത്യ പൂർണ്ണമായും സജ്ജമാണ്, അതിന് യാതൊരു സംശയവുമില്ല. അത് നമ്മൾ ലോകരാജ്യങ്ങളോട് എല്ലാം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള സപ്പോർട്ടും ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും റഷ്യ, ശക്തരായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ തുറന്ന് സപ്പോർട്ട് ചെയ്തു. ഇന്നലെ രാത്രി ഖത്തറിന്റെ പോലും സപ്പോർട്ട് ഇന്ത്യക്ക് കിട്ടിയതാണ്. ഖത്തർ അത് പറഞ്ഞത് കൂടിയാണ്. അതായത് അതിർത്തി കടന്നുള്ള തീവ്രവാദം എന്നുള്ള വാക്ക് ഖത്തറിന്റെ പ്രസ് റിലീസിൽ ഉണ്ടായതാണ്. അപ്പം പലരും പാകിസ്ഥാനിൽ നിന്നും വരുന്ന അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിന്റെ ഇരയാണ് ഇന്ത്യ എന്നുള്ളത് ലോകരാജ്യങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു തിരിച്ചടി ലോകരാജ്യങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കും. ഇതിൽ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യ തിരിച്ചടിച്ചത് പാകിസ്ഥാനെയോ പാകിസ്ഥാൻ സിവിലിയൻ മേഖലയോ പാകിസ്ഥാൻ പട്ടാളത്തെയോ അല്ല, പാകിസ്ഥാനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രമാണ്. അതിനർത്ഥം ഇന്ത്യ പറയുന്ന ഇതാണ്, നിങ്ങളുടെ മണ്ണിൽ നിന്നും ഭീകരവാദികളെ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്നത് നിർത്തുകയാണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ മണ്ണിൽ നിന്ന് ഭീകരവാദികളെ ഉൽപ്പാദിപ്പിക്കുകയും അവരെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുടെ വേരുകൾ അന്വേഷിച്ച് ചെല്ലുകയാണ്. അത് പാകിസ്ഥാനിൽ എത്തി നിൽക്കുന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പാകിസ്ഥാൻ എന്നത് ഇന്ന് ലോക ഭൂപടത്തിൽ ടെററിസ്റ്റ് കേന്ദ്രങ്ങളുടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ്. ഇത് നോക്കുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് പാകിസ്ഥാനിലെ ഭീകരവാദികളെ അടിച്ചമർത്തുക എന്നുള്ളത് ലോകത്തിന്റെ കൂടെ ആവശ്യമാണ്. ഇന്ത്യ അതാണ് ചെയ്തത്. അതായത് ലോകം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്ത്യ ചെയ്തു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇതിൽ തിരിച്ചടി എന്നുള്ളത് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യക്ക് തിരിച്ചടി എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട്? ഒന്ന്, പാകിസ്ഥാന്റെ സൈന്യം അത്ര ശക്തമല്ല. 2, ഇന്ത്യയുടെ സൈഡിൽ ഇത്തരത്തിലുള്ള ഭീകരവാദ കേന്ദ്രങ്ങളില്ല, ഭീകരരെ ട്രെയിനിങ് ചെയ്യിക്കുന്ന കേന്ദ്രങ്ങളില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള തിരിച്ചടി ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാവുകയാണെങ്കിൽ അത് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കും. കാരണം ആർമി വളരെ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. ശ്രീ പി എം നാരായണൻ, ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന് ഒട്ടും അറിവില്ലാത്തതല്ല. കാരണം ഇന്ത്യയുടെ ആവനാഴിയിലെ 1% മതി പാകിസ്ഥാനെ പൂർണ്ണമായും ചുട്ടരിക്കാനെന്ന്. അതെ, തീർച്ചയായും. പക്ഷേ ഇന്ത്യ ആസ് എ റെസ്പോൺസിബിൾ കൺട്രി എന്നുള്ള നിലയ്ക്ക് അത്തരത്തിലുള്ള അഡ്വഞ്ചറിൽ കടക്കില്ല ഈ സ്റ്റേജിൽ. അത് ഇന്ത്യ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതിന് മുമ്പും വ്യക്തമാണ്. പക്ഷേ ഇപ്പൊ കൊടുത്ത തിരിച്ചടി എന്നുള്ളത് പാകിസ്ഥാൻ അർഹിക്കുന്നതാണ്. കാരണം ഈ ബഹൽപൂർ അതേപോലെ ഈ മേഖലയിലുള്ള തീവ്രവാദ കേന്ദ്രങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇന്ത്യയിലേക്കുള്ള അക്രമികൾ തുഴഞ്ഞു കയറിയത്. പാർലമെന്റ് അറ്റാക്ക് ആണെങ്കിലും, അല്ലെങ്കിൽ ഇന്ത്യയിലെ IC-813 എയർ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തതാണെങ്കിലും, മുംബൈ അറ്റാക്ക് ആണെങ്കിലും, പെഹൽവാൻ ആണെങ്കിലും, കഴിഞ്ഞ നമുക്കൊരു 30 വർഷത്തിന്റെ ചരിത്രം എടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു 30 അറ്റാക്കെങ്കിലും ഈ ഭാഗങ്ങളിലെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ പരിശീലനം ലഭിച്ച തീവ്രവാദികൾ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ അന്നെല്ലാം സംനയനം പാലിച്ച ഇന്ത്യ ബാലാക്കോട്ട് കഴിഞ്ഞാൽ ഇപ്പം അടുത്ത കാലത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചാക്രമണമാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത്. വീണ്ടും പറയുന്നു, പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയല്ല, സിവിലിയൻസിന് നേരെയല്ല, അവരുടെ ഭീകരവാദ ഫാക്ടറികൾക്ക് മേലെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇത് പാകിസ്ഥാൻ അർഹിക്കുന്നതുമാണ്. ശ്രീ പി എം നാരായണൻ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അറിയേണ്ടത് എങ്ങനെ, ഏത് രീതിയിലായിരുന്നു ഈ ഒരു ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്ത്, എത്രമാത്രം അവിടെ എന്തെങ്കിലും കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ടോ, ഏതൊക്കെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് തുടങ്ങിയ ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ ഇനി 10 മണിക്കുള്ള സേനാവൃത്തങ്ങളുടെ വാർത്താ സമ്മേളനം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരുമല്ലേ?
കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. ചില വീഡിയോസ് എല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് വെരിഫൈ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള നമ്പേഴ്സ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ യെസ്, ദർ ആർ ശ്രീ പി എം നാരായണൻ, ഇപ്പോൾ കാഷ്വാലിറ്റീസ്. വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്ന് പാകിസ്ഥാൻ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയെ നിലപാട് അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യെസ്, അത് പാകിസ്ഥാന്റെ നിലപാടാണ്. പാകിസ്ഥാൻ ഇതിനു മുമ്പും ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലെ അംഗമാണ് ഇപ്പോൾ പാകിസ്ഥാൻ. അതായത് ടെമ്പററി അംഗങ്ങളിൽ ഒന്ന് പാകിസ്ഥാനാണ്. അതിനോട് സുരക്ഷാ സമിതിയുമായിട്ട് കൂട്ടിച്ചേർന്ന് ആലോചിച്ചായിരിക്കും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള വല്ല കാര്യങ്ങളും ചെയ്യാനുള്ള സാധ്യത ഇപ്പം നിലനിൽക്കുന്നത്. തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ആസിഫ് മുനീർ എന്ന പട്ടാള മേധാവിക്ക് അയാൾ ചെയ്ത ഈ പരമായിട്ടുള്ള പ്രസംഗങ്ങളിലേക്ക് ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അത് എത്രത്തോളം ശക്തമാവും, അല്ലെങ്കിൽ അത് പ്രതിരോധിക്കാനുള്ള ശക്തി ഇന്ത്യക്ക് ഇന്നുണ്ട്. കാരണം ഇന്ത്യയുടെ ആർമിയും 3 ഫോഴ്സസും വളരെ ശക്തമായുള്ള ഒരു പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ച വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്തിട്ടുള്ള അറ്റാക്ക് തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിന് ഈ തിരിച്ചടിക്ക് അവകാശമുണ്ടെന്നുള്ള നിലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഇനി ഉണ്ടായാൽ, ഇന്ത്യൻ സേനയും തിരിച്ചടിച്ചാൽ ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിലേക്ക് 2 രാജ്യങ്ങളും നീങ്ങുമോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? ഡിപ്പെൻസ്. ഇപ്പം ഈ പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചടി ഇന്ത്യയിലെ ആർമി ഇൻസ്റ്റലേഷൻസിനെതിരാണെങ്കിൽ, പാകിസ്ഥാനിലെ തിരിച്ചടി ഇന്ത്യയിലെ സിവിലിയൻസിനെതിരാണെങ്കിൽ, ഇത്തരത്തിലുള്ള ഫാക്ടറുകൾ കൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള എസ്കലേഷൻസ് ഉണ്ടാവും. പക്ഷേ പാകിസ്ഥാന്റെ ബെറ്റർ സെൻസ് പ്രിവെയിൽ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഒരു ടിറ്റ് ഫോർ ടാറ്റ്, നിങ്ങളിത് ചെയ്തു ഞങ്ങളിത് ചെയ്യുന്നുള്ള രീതിയിലും ഒരു തിരിച്ചടിച്ച് തൽക്കാലം കാര്യങ്ങളെ ഒതുക്കുക എന്നുള്ളതായിരിക്കും പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കൂടെ കണക്കിലെടുക്കുകയാണെങ്കിൽ അവർ ചെയ്യാൻ സാധ്യതയുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ എവിടെ തിരിച്ചടിക്കും, എന്തായിരിക്കും ടാർഗറ്റ് എന്നുള്ളതെല്ലാം ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ത്യയുടെ ആർമി ഇൻസ്റ്റലേഷനിൽ ഉള്ള തിരിച്ചടി നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ സിവിലിയൻ മേഖലയിൽ വല്ല തിരിച്ചടി നടക്കുകയാണെങ്കിൽ, അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് പ്രതിരോധിക്കേണ്ടതായി വരും. അപ്പോൾ ആ തിരിച്ചടിക്കും വലിയ ശക്തമായിട്ടുള്ള മറുപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നമുക്കിപ്പം കൃത്യമായ ഒരു ടൈം ലൈൻ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യ എന്തിനും സജ്ജമാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ, ഇന്ത്യയുമായിട്ടുള്ള പ്ലാനിങ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ പ്ലാനിങ്ങിന്റെ ഒരു കൾമിനേഷനാണ് ഇന്നലെ രാത്രി നമ്മൾ കണ്ടത്. 9 കേന്ദ്രങ്ങളെ തകർത്ത് എറിഞ്ഞിട്ടുണ്ട്. ഇനി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചടിക്കാനും ഇന്ത്യ സന്നദ്ധമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ. ശരി, വളരെയധികം നന്ദി ശ്രീ പി എം നാരായണൻ, ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേർന്നതിന് വിവരങ്ങൾ പങ്കുവച്ചു.